ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സംഘടിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂലൈ 6 മുതൽ 9 വരെ നടന്ന പരിപാടിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഉൾപ്പെട്ടു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3ാമത് റോറോ സർവീസിന് തുടക്കമായി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ വികസനത്തിന് കുതിപ്പേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷ്യനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ കോർപ്പറേഷന്റെ 3ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ സർവീസിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല കൊച്ചി കളമശ്ശേരിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് പങ്കുവച്ചു. പഞ്ചായത്തുകൾ ആത്മനിർഭർ ആയാലേ നമ്മുടെ രാജ്യവും സ്വയം പര്യാപ്തമാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കിഴക്കമ്പലം പര്യത്തുകാവിലെ കാലങ്ങളായി തുടരുന്ന ഭൂമി തർക്കത്തിന് പരിഹാരമായി. ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, ഡൈനിംഗ് ഹാൾ, സ്വീകരണമുറി, സിറ്റ് ഔട്ട്, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് വീടുകൾ. 3 പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. ജൂലൈ 16-ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ ജാഗരൻ പരിപാടി സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പെരുമ്പാവൂരിലെ ലഹരി വ്യാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. തടിയുടെയും പ്ലൈവുഡിന്റെയും ഈറ്റില്ലമായ പെരുമ്പാവൂരിനെ ലഹരിയുടെ കേന്ദ്രം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു സംയുക്ത നീക്കത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലിക്കും പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.